ഞണ്ട് റോസ്റ്റ്, ഞണ്ട് ഫ്രൈ, ഞണ്ട് ഉലർത്തിയത്. ഇത് മൂന്നുമല്ല. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ഞണ്ട് കറിയാണ് മക്കളെ. ഞണ്ട് കറി. നമ്മളൊരു 1.5 കിലോ ഞണ്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ക്ലീനാക്കി വെച്ച ഞണ്ടൊന്ന് നമുക്ക് വേവിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്രയെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടായി വരുമ്പോഴേക്കിനും അതിലേക്ക് ഒരു അരമുറി തേങ്ങാപ്പീര ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങാപ്പീര ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കിനും നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതങ്ങനെ കിടന്ന് ഇളകി മറിയട്ടെ. അതിനുശേഷം നമുക്കൊരു ജാർ എടുക്കാം. ജാറിലേക്ക് ഇവയെല്ലാം കൂടെ ഇട്ടൊന്ന് കുഴമ്പ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു ചട്ടി വെക്കാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടിക്കോട്ടെ. ഒന്ന് പൊട്ടി വന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 4 കഷ്ണം പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇവയൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറായി വരട്ടെ. വരണ സമയമാകുമ്പോഴേക്കിനും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് പാകത്തിന് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വന്ന സമയമാകുമ്പോഴേക്കിനും നമ്മളൊരു കുഞ്ഞ് കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഞണ്ടുകുട്ടന്മാരെ ഇതിലേക്ക് പെറുക്കിയിട്ടാലോ. ഇനി അതും കൂടെ ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കിനും കുറച്ച് ചതച്ച കുരുമുളകും കൂടെ ഇട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് ഒന്ന് പറ്റിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത്രേ ഉള്ളൂ. പിന്നെ കറി ഒന്ന് തിളച്ച് പറ്റി വന്നു കഴിഞ്ഞാലേ ഇത് കാണാനും അടിപൊളി, കഴിക്കാനും അടിപൊളി. ഇത് വെറുതെ പറഞ്ഞല്ല, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.